ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മുടെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ കീച്ചേരിയിലാണ് നിൽക്കൽ. അപ്പോൾ അവൾ വന്ന സ്ഥിതിക്ക് അവൾക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് എപ്പം പരാതി ഉണ്ട്, ഞാൻ വരുമ്പോൾ മാത്രം ഒരു സ്പെഷ്യലും ഇല്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ പരാതി പരിഗണിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അത്ര സ്പെഷ്യൽ അല്ലെങ്കിലും അവൾക്ക് സ്പെഷ്യലാണ് കേട്ടോ. അവൾക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ് കോണിൻ്റെ. ഞാൻ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. ചിക്കനും ചോളവും ഒന്നിച്ചിട്ടിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺഫ്ലവറും കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ അത് ടൈറ്റായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ വെള്ള മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെ തന്നെ കട്ട പിടിച്ചു. അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കണം. അപ്പോൾ കുട്ടികൾക്ക് അധികം ഇഷ്ടമാണ്. ഞാൻ ചോളൊക്കെ ഉണ്ടാകുമ്പോൾ അധികവും ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റ് തന്നെ അതിനുണ്ട്. നമ്മുടെ കബൈൻ ബാംബൂവിൻ്റെ അത്ര വന്നിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു ടൈപ്പിൽ നമുക്ക് ഈ സൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സൂപ്പ് പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡിന്നറാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ ഡിന്നറിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടി ഫ്രൈയും നെയ്പ്പത്തലും ഇറച്ചിക്കറിയുമാണ്. അപ്പോൾ ബോട്ടി ഫ്രൈയിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ എന്നിവ ചേരുവകളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യമായ ഉപ്പ്. പിന്നെ എൻ്റെ മോൾക്ക് ഇതുപോലുള്ള പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നൂറക്ക്. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ടച്ച് ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഏൽപ്പിച്ചതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ ബോട്ടി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചോയം കൂടി ഇതിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നെയ്പ്പത്തലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഇട്ടത് പത്തിരിപ്പൊടിയാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് പുട്ടുപൊടി, പിന്നെ ഒരു 3 സ്പൂണ് മൈദ. ഇതൊരു 5 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അളവാണ് കേട്ടോ. അങ്ങനെ ആവശ്യമായ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് അരപ്പാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ഉള്ളിയും വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. നല്ല മഷി പോലെ ഒന്ന് അരക്കേണ്ടതില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മെതിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ആ ഒരു ജീരകത്തിൻ്റെ തരിതരിപ്പ് അത് ഉണ്ടാവണം കേട്ടോ. ഇത് പത്തിരി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നന്ന ലൂസും അല്ല നന്ന ടൈറ്റും അല്ലാത്ത ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തലാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ നന്ന നേർത്ത രീതിയിൽ നമ്മൾ പരത്താൻ പറ്റില്ല, കുറച്ച് കട്ടിയുള്ള രീതിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ലതുപോലെ എണ്ണ ഒന്നും കുടിക്കില്ല. ആ ഒരു ലെവലാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടേണ്ടത്. അങ്ങനെ നമ്മുടെ നെയ്പ്പത്തലൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ബോട്ടി ഒന്ന് പറ്റിച്ചെടുക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് ഹാഫ് ഫ്രൈ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ ഗ്രേവി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നെയ്പ്പത്തലും ബീഫ് കറിയും പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഫ്രൈയും റെഡി ആയിട്ടുണ്ട്.
വളരെ കൊതിയോടുകൂടിയാണ് ഞാനിത് കഴിക്കുന്നത്. ബോട്ടി ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായ ഒരു മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ല മണമുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല രുചിയുണ്ട്. അങ്ങനെ നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻ സ്റ്റോപ്പ്.